റാഹീം ഇരാറ്റുപേട്ടക്കാരനാണ്, MSFൻ്റെ നേതാവാണ്. അവൻ തീവ്രവാദിയാണ്, മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്. ഇതൊക്കെ എനിക്കറിയാം. അയാൾ ആരോ പറഞ്ഞയച്ചതാണ്. കാരണം ഒരു കർമ്മം ഒന്നുമില്ല, ഞാൻ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ, അയാളോട് കാണിക്കുന്ന മര്യാദയില്ലേ, അയാൾ സംസാരിക്കുന്ന രീതി, ഒരു പക്വത, ഒരു ചാനൽ ചർച്ചയിൽ വരുമ്പോൾ അതിൽ ഒരു പ്രതിനിധിയാവിൽ എത്തുന്നതിൽ അവരോട് കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവൻ്റെ അപ്പുപ്പനാകാനുള്ള പ്രായം എനിക്കില്ലേ. അതിൻ്റേതൊരു മര്യാദയും വേണ്ടേ എന്നോട് സംസാരിക്കാൻ, ദാർഢ്യത്തോട് സംസാരിക്കാൻ. ഞാനപ്പോൾ ഇപ്പറേ നിൽക്കുന്നവർ ഉണ്ട്, അവരെല്ലാം വളരെ എന്നെയായിട്ട് ഞാനുടനെ ഇയാളിങ്ങോട്ട് വന്നപ്പോൾ ഞാൻ തട്ടി മാറ്റി എന്നുള്ളത് ശരിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ ഈ ചാനലിൽ എത്ര നാളായി എൻ്റെ ചോരയ്ക്ക് വേണ്ടി കുടിക്കുന്നു. ഈ ചാനൽ എത്ര നാളായിട്ട് ഞാൻ എന്ത് തെറ്റ് അവരോട് ചെയ്തു? അവർ സ്വയം ഒരു ആത്മപരിശോധന നടത്തിട്ട് അവരെന്തെല്ലാം അവർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ദുരനുഭവം നിങ്ങളിൽ നിന്നൊരിക്കലും എനിക്കുണ്ടാകാത്ത, പ്രത്യേകിച്ചും മാധ്യമരംഗത്തുള്ള ദൃശ്യമാധ്യമങ്ങളോടായാലും പത്രമാധ്യമങ്ങളും എല്ലാം തന്നെ എന്നോട് വളരെ സൗഹൃദമായും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെല്ലാം തന്നെ വളരെ സഹകരണവും സഹായവും എനിക്കേറെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് എനിക്കുണ്ടായ ഒരു ദുരനുഭവവും ദുഃഖവും ആലപ്പുഴക്കാരായ നിങ്ങളെ വിളിച്ചുകൊണ്ട്, മാധ്യമങ്ങളെ വിളിച്ച് നിങ്ങൾ സത്യസന്ധമായി ഞാൻ പറയുന്നതെല്ലാം ലോകമെമ്പാടും അറിയിക്കും എന്നുള്ള എനിക്കുള്ള വിശ്വാസവും കൊണ്ടാണ് നിങ്ങളെല്ലാം വിളിച്ച് ഈ ഒരു പത്രസമ്മേളനവും ദൃശ്യ മാധ്യമങ്ങളെ കൂട്ടിക്കൊണ്ട് നടന്നൊരു സത്യാവസ്ഥ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ശിവഗിരി തീർത്ഥാടനം, ആ തീർത്ഥാടനത്തിൽ നടക്കുന്ന രണ്ട് മുഖ്യമന്ത്രിമാർ, ഒന്ന് തമിഴ്നാട്, കർണാടക, അന്ന് കേരള മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള വലിയ മഹാരഥന്മാർ സംബന്ധിക്കുന്ന വലിയൊരു സമ്മേളനം നടക്കുമ്പോൾ എൻ്റെ ഊഴം കഴിഞ്ഞ് ഞാൻ പുറത്തോട്ടിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും മണി 12 നിങ്ങളൊന്ന് ആലോചിക്കണം, എൻ്റെ പ്രായം, എനിക്ക് 89 വയസ്സുള്ള ഒരാളാണ്. മാധ്യമരംഗത്തും ഞാനൊരു മുത്തച്ഛനാണെന്ന് പറയണം. കാരണം മാധ്യമരംഗത്തും ഞാൻ ഏറെ കൊല്ലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരാളാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. എന്നോട് ഒരു മര്യാദയില്ലാതെ എന്നെ വളഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ റോഡിൻ്റെ നടുവിലാണ് എന്നെ നിർത്തിയത്. ഞാൻ ചോദിച്ചത്, നല്ല വെയിലല്ലേ, എൻ്റെ ഈ പ്രായത്തെ നമ്മൾ ഇവിടെ വെച്ച് ഇത് വേണോ?